അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 12ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായിയിലെ രണ്ടാം ഭാഗത്തിലെ രണ്ടാമത്തെ ലെസണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ അൽ മബ്നിയു വൽ മുഅറബു, മബ്നിയും മുഅറബും. ഇതാണ് പാഠം. മബ്നി എന്താണ്, മുഅറബ് എന്താണ് എന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. നമ്മൾ പഠിക്കുന്നത് അറബിക് ഗ്രാമറാണ്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അധിക എഴുത്തുകളിലും ഹർക്കത്തുകൾ ഉണ്ടാവില്ല. അത് നമ്മൾ ഗ്രാമർ മനസ്സിലാക്കി വായിക്കുകയാണ് ചെയ്യാറ്. ഹർക്കത്തുകളില്ലാതെ നല്ല ഒരു ഗ്രാമർ പഠിച്ച ആൾക്ക് അത് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ കഴിയും. അതിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് പുള്ളികൾ പോലും ഇല്ലാതെ വായിക്കാൻ സാധിക്കും. അതാണ് ഈ ഭാഷയുടെ പ്രത്യേകത. ഇപ്പോ നിങ്ങൾ ബോർഡിൽ കാണുന്ന ഈ ഒരു വാക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയൂല. പല രീതിയിലും വായിക്കാം, പല രീതിയിലും നമുക്ക് വായിക്കാം. എന്നാൽ ഈ വാക്കിന് എന്ത് പുള്ളി കൊടുക്കണം, എവിടൊക്കെ പുള്ളി കൊടുക്കണം എന്ന് ഇതൊരു വാചകമായി അതിൻ്റെ മുമ്പും ശേഷവും ഒക്കെ വാക്കുകൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെറിയൊരു ഉദാഹരണം, വല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഞാൻ അതിൻ്റെ മുമ്പും ശേഷവും ചില വാചകങ്ങൾ കൂടി കൊടുത്തു. ആദ്യമുള്ള ആ വാക്കിന് മാത്രം പുള്ളിയൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. ഹാദാ ഖൈറുൻ മിൻ ഖൈറാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖൈറുകളിൽപ്പെട്ട ഒരു ഖൈറാണ് ഇത്. മിൻ ഖൈറാത്തില്ലാ, അള്ളാഹുവിൻ്റെ ഖൈറുകൾ, അള്ളാഹുവിൻ്റെ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ് ഇത്. ഇപ്പൊ ഈ ഖൈറുൻ എന്നുള്ള ആ വാക്ക്, ചുവപ്പ് നിറത്തിലുള്ള ആ വാക്ക്, ആ ഒരു അക്ഷരം ഖ എന്ന് വായിക്കാം, അടിയിൽ പുള്ളിയിട്ടാൽ ജ എന്ന് വായിക്കാം, ഒരു പുള്ളിയും ഇടാതെ വന്നാൽ ഹ എന്നും വായിക്കാം. പക്ഷെ അത് പുള്ളിട്ട ഖ എന്നാണ്. അതിനുശേഷം ആ യാവിന്റെ അടിയിൽ 2 പുള്ളിട്ടതിന് പകരം മുകളിൽ ഒരു പുള്ളിട്ടാൽ നൂന് ന എന്ന് വായിക്കാം, 2 പുള്ളിട്ടാൽ ത എന്ന് വായിക്കാം. അതൊക്കെ വായിക്കാമായിരുന്നു. പിന്നെ അവസാനത്തെ അക്ഷരം ഒരു പുള്ളിട്ട സ എന്ന് വായിക്കാം. ഇതിപ്പോ ഹുബ്സ് എന്ന് വായിക്കാം, ഹിബ്ർ എന്ന് വായിക്കാം, ഖൈർ എന്ന് വായിക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ ഒരു വാക്ക് നമുക്ക് വായിക്കാം. പക്ഷെ അതിന്റെ മുമ്പും ശേഷവും ഞാൻ ചെറുതായിട്ട് വാചകങ്ങൾ കൂട്ടിയപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് വായിക്കാൻ കഴിയുന്നത് ഖൈറുൻ എന്ന് തന്നെയാണ്. ഹാദാ ഖൈറുൻ മിൻ ഖൈറാത്തില്ല. കാരണം മിൻ ഖൈറാത്തില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹാദ എന്ന് പറഞ്ഞു, അതൊരു സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ് വായിക്കേണ്ടത്. എന്നാൽ ഒരുപാട് വാക്കുകൾ, ഒരു വലിയ പാരഗ്രാഫ്, ഒരു പേജ് മുഴുവൻ ഇങ്ങനെ, ഇപ്പൊ ഈ മിൻ ഖൈറാത്തില്ല എന്നൊക്കെ പുള്ളിയൊക്കെ ഇട്ടത് കൊണ്ടാണ് ഒരു പുള്ളിയോ കുത്തോ ഒന്നും ഇടാതെ ഒരു പേജ് മുഴുവൻ ഇങ്ങനെ എഴുതിയാലും അഡ്വാൻസ്ഡ് ആയിട്ട് അറബി ഭാഷ പഠിച്ച ആൾക്ക്, നന്നായിട്ട് നിയമവും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുഴുവനും വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഷയുടെ, ഈ ഒരു ഗ്രാമറിന്റെ പ്രത്യേകത. നമ്മൾ വിഷയത്തിലേക്ക് വരാം. അൽ മബ്നിയു വൽ മുഅറബു, മബ്നിയും മുഅറബും. നമ്മളിങ്ങനെ അറബിക് ഗ്രാമർ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു കെലിമത്ത്, അത് ഇസ്മാകാം, ഫേലാകാം, ഹർഫാകാം. ഒരു കെലിമത്ത്, ഇപ്പോ ഇൻസാൻ, ഈ ഇൻസാൻ എന്നുള്ള കെലിമത്ത് ഇൻസാ എന്ന് വരെ, അതായത് അലിഫും നൂനും സീനും പിന്നെ അതിന്റെ ശേഷമുള്ള അലിഫും ഇൻസാ എന്നുള്ളത് വരെ ഒരു മാറ്റവും ഇല്ലാതെ തുടരും. കാരണം അത് അങ്ങനത്തെ ഒരു ഇസ്മാണ്. ഇപ്പോ സയ്യാറത്ത്, കാറ്,
അത് സയ്യാറത്ത് എന്നുള്ളത് സീന് ഫതഹാണ്, യാന് ഷദ്ദുണ്ട്, ഫതഹാണ്, പിന്നെ ഒരു അലിഫുണ്ട്, പിന്നെ റായിന് ഫതഹാണ്. അത് അങ്ങനെ തന്നെ തുടരും. അത് ആ ഒരു ഇസ്മിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതിന്റെ അവസാനത്തെ ഹർഫിന് എന്ത് ഹർക്കത്ത് കൊടുക്കണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ഏറാബ് കൊടുക്കണം. ഇപ്പൊ ഇൻസാനുൻ എന്നാണോ, ഇൻസാനിൻ എന്നാണോ, ഇൻസാനൻ എന്നാണോ, അത് ഏറാബ് കൊടുക്കല് അവിടെ അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ ഇസ്മിന്റെ അവിടുത്തെ സ്ഥാനം മനസ്സിലാക്കിയിട്ടാണ്. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻസാനുൻ എന്നുള്ളത് ഫായിലാണെങ്കിൽ, ഇപ്പൊ ജാ ഇൻസാനുൻ, മനുഷ്യൻ വന്നു. അപ്പൊ ജാ എന്നുള്ള ഫെയിലിന്റെ ഫായിലാണ് ഇൻസാന്. ഇൻസാൻ എന്നുള്ളത് ഫായിലാണെങ്കിൽ നമ്മൾ ഇൻസാനുൻ എന്ന് കൊടുക്കണം. റഅയ്തു ഇൻസാനൻ, ഞാൻ കണ്ടു ഇൻസാനൻ. അപ്പൊ റഅയ്തു എന്നുള്ള ഫെയില് ഫായിലിന്റെ മഫ്ഊല് ബിഹി ആയിട്ടാണ് ഇൻസാന് വരുന്നത്. നമ്മൾ പഠിച്ചു ഇൻസാൻ എന്നുള്ളതിന് നെസ്ബ് കൊടുക്കണം, ഫതഹ് കൊടുക്കണം. മറർത്തു, ഞാൻ നടന്നു പോയി, ബി ഇൻസാനിൻ, ഒരു മനുഷ്യന്റെ അരികിൽ കൂടി. അപ്പൊ ബി എന്നുള്ള ജെറിന്റെ ഹർഫ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാനൊരു റെഫറൻസിനായിട്ട് പറയാണ്, ഒരു കോൾ ബാക്ക്, ഒരു റീകോൾ ആയിട്ട് പറയാണ്. ബി ഇൻസാനിൻ, മറർത്തു ബി ഇൻസാനിൻ, ഒരു മനുഷ്യന്റെ അടുത്തുകൂടി ഞാൻ നടന്നു പോയി. അപ്പൊ ബി ഇൻസാനിൻ, ആ ബാ ഉണ്ടായത് കൊണ്ട് അതിന് ശേഷമുള്ള ഇസ്മിന് നമ്മൾ ജെറ് ചെയ്യും എന്ന് പഠിച്ചു. ജെറ് എന്ന് പറഞ്ഞാൽ കസ്റത്ത്, ഇകാരം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് മബ്നിയും മുഅറബും. മബ്നി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹർക്കത്തുകൾ മാറാത്ത ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഇൻസാനിനെ സംബന്ധിച്ചിടത്തോളം ഇൻസാൻ എന്നുള്ള വാക്ക് ഇൻസാനുൻ എന്ന് പറയും, ഇൻസാനൻ എന്ന് പറയും, ഇൻസാനിൻ എന്ന് പറയും. സയ്യാറത്താണെങ്കിലും സയ്യാറത്തൻ, സയ്യാറത്തിൻ, സയ്യാറത്തുൻ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ മാറുമെങ്കിലാണ് അത് എവിടൊക്കെയാണ് മാറല്, എങ്ങനെയൊക്കെയാണ് മാറല്, എന്ത് വരുമ്പോഴാണ് മാറല്. ഇപ്പൊ നമ്മൾ നാത്തൊക്കെ പറഞ്ഞു, ഒരു നാത്ത് മൻഊത്തിന്റെ അതേ ഏറാബായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുളാരിയ ഫീലിന്റെ മുമ്പ് ഇന്ന അക്ഷരങ്ങൾ വന്നാല് ആ മുളാരിയ ഫീലിന് നെസ്ബ ആയിരിക്കും എന്ന് പറഞ്ഞു, ചിലപ്പോ ജസ്മ ആയിരിക്കും എന്ന് പറഞ്ഞു, ഇത് രണ്ടും വന്നില്ലെങ്കിൽ റഫ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ മാറാത്ത ചില വാക്കുകളുണ്ട്, നമ്മൾ ഉദാഹരണത്തിലൂടെ പറയും. ആ മാറാത്ത വാക്കുകൾ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ വാക്കുകൾ എന്ന് പഠിക്കലല്ല, ഏതൊക്കെ സെക്ഷനുകൾ ആണ്. ആ സെക്ഷൻ മാത്രം പഠിച്ചാൽ മതി, കാരണം വാക്കുകൾ ലക്ഷക്കണക്കിനുണ്ടാകും. സെക്ഷൻ പഠിച്ചാൽ മതി. ഏതൊക്കെ സെക്ഷനിലുള്ള വാക്കുകളാണ് ഒരിക്കലും മാറാതെ നിൽക്കല്, ഏതൊക്കെയാണ് മാറുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നോക്കുന്നത്. അൽ മബ്നിയു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരിക്കലും ഹർക്കത്ത് മാറാത്തത്. ഹർക്കത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ ഏറാബാണ് നോക്കുന്നത്. ഏറാബ് എപ്പോഴും ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന്മേലായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മള് ഏറാബ് കൊടുക്കാൻ പറ്റിയതും ഏറാബ് കൊടുക്കാൻ പറ്റാത്തതും. ഏറാബ് കൊടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ മാറുന്നതിന് മുഅറബ് എന്ന് പറയും, മാറ്റപ്പെടുന്നത്, ഏറാബ് കൊടുക്കപ്പെടുന്നത്. മബ്നി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. മബ്നി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ഥാപിതമായത് എന്നാണ്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാകൂല, അതിന് മാറ്റം ഉണ്ടാകാതെ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോ ഏറാബ് കൊടുക്കാൻ പറ്റാത്തത്. അപ്പൊ ഏറാബ് കൊടുക്കാൻ പറ്റാത്തതും ഏറാബ് കൊടുക്കാൻ പറ്റുന്നതും എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പാഠം. നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം. അൽ മബ്നിയു വൽ മുഅറബു. അൽ അംസില. ഐന മൻസുലുക, ഐന തദ്ഹബു, ഇലാ ഐന തസീറു. ചെറുതായിട്ട് തുടക്കത്തിൽ തന്നെ ഒന്ന് വിശദീകരിക്കാം. ഐന മൻസിലുക, ഇവിടെ ഐന എന്നുള്ള വാക്കാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഐന മൻസിലുക, ഐന എന്നുള്ളത് തുടക്കത്തിൽ വന്നു. ഐന എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് എവിടെ എന്നാണ് അർത്ഥം. ഐന മൻസിലുക, നിന്റെ വീട് എവിടെയാണ്. ഐന മൻസിലുക. അവിടെ നമ്മൾ ഇപ്പോ ഏറാബൊന്നും വെക്കുന്നില്ല, അതിന് മുബ്തദയാണോ ഖബറാണോ അതൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പോ നമ്മൾ പറയുന്നത് പിന്നെ മാറാത്തതും മാറുന്നതും അതേതാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ചെറുതായിട്ട് പഠിച്ചു പോയാൽ മതി, എന്നാൽ നമുക്ക് കൃത്യമായിട്ട് പിന്നെ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാൻ കഴിയും. ഐന ആദ്യം വന്നപ്പോൾ ഐന മൻസിലുക. ഐന തദ്ഹബു, ആദ്യം ഐനന്റെ ശേഷം ഇസ്മാണ് വന്നത്. ഇപ്പൊ ഐനന്റെ ശേഷം ഒരു ഫെയില് വന്നു, തദ്ഹബു. അപ്പോഴും ഐന തന്നെ. ഐന ഇലാ ഐന തസീറു, നീ എവിടേക്കാണ് സഞ്ചരിക്കുന്നത്. ഐന തദ്ഹബു, നീ എവിടെ പോകുന്നു. ഇലാ ഐന തസീറു, നീ എവിടേക്ക് സഞ്ചരിക്കുന്നു. അവിടെ ഇല എന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ജെറിന്റെ ഹർഫാണ്. ഇല എന്ന് പറഞ്ഞാൽ ഹർഫ് ജാരി, ജെറിന്റെ ഹർഫാണ്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള ഇസ്മിന് എന്ത് ചെയ്യണം, ജെറ് ചെയ്യണം, കസ്റത്ത് കൊടുക്കണം. ശരിക്കും ഇല ഐനിൻ എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇല ഐന തദ്ഹബു, ഇല ഐന തദ്ഹബു. ഇലന്റെ ശേഷം ജെറിന്റെ ഹർഫിന്റെ ശേഷം ഇസ്മു വന്നിട്ടും എന്ത് ചെയ്തില്ല, നമ്മൾ ജെറ് ചെയ്തില്ല, മാറ്റമില്ല എന്നർത്ഥം.
ഐന മൻസിലുക എന്ന് പറഞ്ഞപ്പോഴും മാറ്റല്ല, ഐന തദ്ഹബു എന്ന് പറഞ്ഞപ്പോഴും മാറ്റല്ല, ഇലാ ഐന തസീറു എന്ന് പറഞ്ഞപ്പോഴും ഐനക്ക് മാറ്റമില്ല. നാലാമത്തെ ഉദാഹരണം ദബഹൽ ജസ്സാറു ഷാത്തൻ. അറവുകാരൻ അറുത്തു, ഷാത്തൻ ഒരു ആട് അറുത്തു. ജസ്സാർ അറവുകാരൻ, അതാണ് ഫായില്. ദബഹ എന്നുള്ളത് ഫെയിലാണ്, അറുത്തു. ഷാത്തൻ എന്നുള്ളത് മഫൂൽ ബിഹിയാണ്. അപ്പൊ ഷാത്തൻ നസ്ബ് കൊടുത്തു. അതൊക്കെ മുമ്പ് കഴിഞ്ഞ പാഠങ്ങളാണ്. ഇവിടെ ദബഹ എന്നുള്ള വാക്കെടുത്ത് നോക്കിയാൽ ദബഹൽ ജസ്സാറു ഷാത്തൻ. ദബഹ എന്നുള്ളത് ഒരു ഫെയിലാണ്, ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോഴും ദബഹ എന്നാണ്. അഞ്ചാമത്തെ ഉദാഹരണം അൽ ജസ്സാറു ദബഹ ഷാത്തൻ. അതേ അർത്ഥം തന്നെയാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ ഒരു അറബി ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂല. ദബഹൽ ജസ്സാറു ഷാത്തൻ എന്ന് പറഞ്ഞാൽ അറവുകാരൻ ആടിനെ അറുത്തു എന്നാണ്. അൽ ജസ്സാറു ദബഹ ഷാത്തൻ എന്ന് പറഞ്ഞാലും അറവുകാരൻ ആടിനെ അറുത്തു എന്നാണ്. പക്ഷേ രണ്ടും തമ്മിൽ അർത്ഥ വ്യത്യാസമുണ്ട്. അത് ഇപ്പൊ പഠിക്കേണ്ടതില്ല. അത് വേറൊരു ശാഖയാണ്. അത് ഗ്രാമർ അല്ല, അറബിക്ക് ഗ്രാമർ അല്ല, അത് ബലാഗ എന്ന് പറയും. നമ്മളെ ഈ കോഴ്സിൽ ഉണ്ടത്. നമ്മളെ ഈ അർബഇയ്യ കോഴ്സിൽ അൽ ബലാഗത്തുൽ വാളിഹ എന്നുള്ളൊരു കിതാബുണ്ട്. അവിടെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. വളരെ രസകരമായ ഒരു വിഷയമാണ്, ഒരു കിതാബാണ്. അതിലുപരി ഒരു സബ്ജക്റ്റാണ് അറബിയിലെ ഈ അൽ ബലാഗത്തുൽ വാളിഹ എന്ന് പറഞ്ഞാൽ. അറബിക് സാഹിത്യമാണ്. അത് വളരെ രസകരമാണ് പഠിക്കാനും. എന്തായാലും അവിടെ പഠിക്കാം. അൽ ജസ്സാറു ദബഹ ഷാത്തൻ. ഇവിടെ അൽ ജസ്സാറു എന്ന വാക്ക് ഇസ്മിന് ശേഷമാണ് ദബഹ എന്ന് വന്നിട്ടുള്ളത്. നടുവിൽ വന്നു, മധ്യത്തിൽ വന്നു. പക്ഷേ ദബഹ തന്നെയാണ്. ഹ എന്ന് ഫതഹത്ത് തന്നെയാണ്. ഹൽ ദബഹൽ ജസ്സാറു ഷാത്തൻ. അറവുകാരൻ ആടിനെ അറുത്തോ എന്ന് ചോദിക്കുകയാണ്. അതൊരു ക്വസ്റ്റ്യനിങ് ആണ്. അറവുകാരൻ ആടിനെ അറുത്തോ. അവിടെ ഹൽ എന്നുള്ള വാക്കിന് ശേഷമാണ്, കെലിമത്തിന് ശേഷമാണ് ദബഹ വന്നിട്ടുള്ളത്. പക്ഷേ ദബഹ തന്നെയാണ്, ഫതഹ് തന്നെയാണ്. ഈ 4-5 ഉദാഹരണത്തില് ആ വാക്ക് ദബഹ എന്നുള്ള വാക്ക് അതിന്റെ ഹർക്കത്ത് ഒരിക്കലും മാറുന്നില്ല. ഇനി 7ാമത്തെ ഉദാഹരണം മിൻ അയ്യി മകാനിൻ ജിഅത. നീ ഏത് സ്ഥലത്ത് നിന്നാണ് വന്നത്? നീ ഏത് സ്ഥലത്ത് നിന്നാണ് വന്നത്? മിൻ അയ്യി മകാനിൻ ജിഅത. അവിടെ ഒരു ഹർഫ്, നമ്മൾ ജെറിന്റെ ഹർഫാണത്. നമ്മൾ പറഞ്ഞു ആ മിൻ എന്നുള്ള ജെറിന്റെ ഹർഫ് ഉണ്ടായതുകൊണ്ടാണ് അയ്യി എന്ന് കസ്ർ വന്നത്. മിൻ അയ്യി മകാനിൻ. അയ്യ എന്ന് പറയും, അയ്യു എന്നൊക്കെ പറയും. ഇവിടെ അയ്യി എന്ന് പറഞ്ഞത് ആ മിന്ന് ജെറിന്റെ ഹർഫ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ വിഷയം അതല്ല. നമ്മളെ വിഷയം മിൻ എന്നുള്ള വാക്ക് മിൻ സുക്കൂനായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ജിഅ്തു മിൻ മൻസിലി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു. നേരത്തെ മുമ്പ് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമായിക്കോട്ടെ. ജിഅ്തു മിൻ മൻസിലി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അവിടെ ജിഅ്തു എന്നുള്ള ഫെയിലിന് ശേഷമാണ്, അതായത് മധ്യത്തിലാണ് മിൻ വന്നിട്ടുള്ളത്. പക്ഷെ മിൻ തന്നെയാണ്. ജിഅ്തു മിൻ മൻസിലി. അഖത്തു മിൻ അബി നുഖൂദൻ. ഞാൻ സ്വീകരിച്ചു. മിൻ അബി, എൻ്റെ പിതാവിൽ നിന്ന്. നുഖൂദൻ കുറച്ച് നാണയങ്ങൾ, കുറച്ച് പൈസ സ്വീകരിച്ചു പിതാവിൽ നിന്ന്. അവിടെ മിൻ അബി, അവിടെയും മിൻ എന്നുള്ളത് മിൻ തന്നെയാണ്, മാറ്റം സംഭവിച്ചിട്ടില്ല. 7-8 ഉദാഹരണത്തിൽ മിൻ എന്നുള്ള വാക്കാണ് ഹൈലൈറ്റഡ്, മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി 10ാമത്തെ ഉദാഹരണത്തിലേക്ക് വരൂ. അൽ ഖുത്നു ഇമാദു സർവതി ഫി മിസ്ര. ഖുത്ന് കോട്ടൻ, പരുത്തി. ഇമാദു സർവതി, സർവത്തിന്റെ നെടുന്തൂണാണ്. പണത്തിന്റെ, ഇൻകത്തിന്റെ. സർവത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ നെടുന്തൂണാണ്. അവിടെയുള്ള സമ്പത്തിന്റെ നെടുന്തൂണാണ് ഖുത്ന്, പരുത്തി, കോട്ടൻ. അതായത് അവിടെ ഏറ്റവും വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടുന്നത് ഖുത്നാണ്, പരുത്തിയാണ്. അത് ഏതായാലും അൽ ഖുത്ന ഇമാദു സർവത്തി ഫി മിസ്ര. അവിടെ ഖുത്നി എന്നുള്ള വാക്കാണ് നമ്മുടെ ഹൈലൈറ്റഡ്. അപ്പൊ അൽ ഖുത്നു ഇമാദു സർവത്തി ഫി മിസ്ര മുബ്തദയാണ്. അത് ശരിക്ക് മുബ്തദയാണ്. അപ്പൊ അവിടെ മർഫൂ ആയിട്ടാണ്, ദമ്മത്താണ് വന്നിട്ടുള്ളത്. 11 ജനൽ ഫല്ലാഹു അൽ ഖുത്ന. കർഷകൻ കൊയ്തെടുത്തു അൽ ഖുത്ന, പരുത്തിയെ. അൽ ഖുത്ന എന്നുള്ളത് മഫൂൽ ബിഹിയാണ്. അപ്പൊ അൽ ഖുത്ന എന്ന് വന്നു. ആദ്യം അൽ ഖുത്നു എന്നാണ്, പിന്നെ ഇവിടെ അൽ ഖുത്ന എന്ന് വന്നു. തുസ്നഉൽ മലാബിസു. വസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. മിനൽ ഖുത്നി, കോട്ടനിൽ നിന്ന്, പരുത്തിയിൽ നിന്ന്. പരുത്തി കൊണ്ടാണ്, പരുത്തിയിൽ നിന്നാണ്. അപ്പൊ മിനൽ ഖുത്നി, മിൻ എന്ന ജെറിന്റെ അർത്ഥം വന്നപ്പോൾ മിനൽ ഖുത്നി എന്ന് പറഞ്ഞു. ഏതായാലും 10, 11, 12 ഉദാഹരണങ്ങൾ ആദ്യം പറഞ്ഞ 3 സെക്ഷനെ പോലെയല്ല. 10, 11, 12 ഉദാഹരണങ്ങളിലുള്ള ഖുത്നി എന്നുള്ള വാക്ക് അൽ ഖുത്നു എന്ന് പറഞ്ഞു, അൽ ഖുത്ന എന്ന് പറഞ്ഞു, അൽ ഖുത്നി എന്ന് പറഞ്ഞു, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 13ാമത്തെ ഉദാഹരണം റബുലത്തിൽ വർദ്ധത്തു. റോസാപ്പൂ വാടി. നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെയാണത്. അവിടെ വർദ്ധത്തു.
ദബലത്തിൽ വർദ്ധത്തു, റോസാപ്പൂ വാടി. ശമംതുൽ വർദ്ധത്ത, റോസാപ്പൂ ഞാൻ വാസനിച്ചു. ഐ സ്മെൽഡ് റോസ്, ഞാൻ റോസാപ്പൂ വാസനിച്ചു. ശമംതു അൽ വർദ്ധത്ത മഫൂലു ബിഹിയാണ്, വർദ്ധത്ത എന്ന് പറഞ്ഞു. നളർത്തു ഇലൽ വർദ്ധത്തി, റോസാപ്പൂവ് ഞാൻ നോക്കി. അവിടെ ഇലൽ വർദ്ധത്തി, ഇല വന്നപ്പോൾ അൽ വർദ്ധത്തി എന്ന് പറഞ്ഞു. അപ്പോ 13, 14, 15 ഉദാഹരണങ്ങൾ. വർദ്ധത്തു, വർദ്ധത്തി, വർദ്ധത്ത, അലിഫ്ലാം ഉണ്ട്. അൽ വർദ്ധത്തു, അൽ വർദ്ധത്ത, അൽ വർദ്ധത്തി എന്ന് മാറ്റങ്ങളുണ്ട്. ഇനി 16, 17, 18 ഉദാഹരണങ്ങൾ. യുസ്മിറുൽ ബുസ്താനു, പൂന്തോട്ടം ഫലം കായ്ക്കുന്നു, ഫലമുള്ളതാകുന്നു. അവിടെ യുസ്മിറു എന്നുള്ള മുദാരിയായ ഫെയിലാണ്. അവിടെ യുസ്മിറു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അവിടെ യുസ്മിറു എന്ന് റായിന് ലൊമ്മത്ത് വരാൻ കാരണം എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവിടെ മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് യുസ്മിറു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവിടെ യുസ്മിറു എന്ന മുദാരിയായ ഫെയിലിന്റെ മുമ്പ് യുസ്മിറ എന്ന് പറയേണ്ട ഒരു ഹർഫോ യുസ്മിർ എന്ന് പറയേണ്ട ഹർഫോ വന്നിട്ടില്ല. നെസ്ബിന്റെ ഹർഫോ യസ്ബിന്റെ ഹർഫോ വന്നിട്ടില്ല. അതുകൊണ്ട് യുസ്മിറു എന്ന് പറഞ്ഞു. യുസ്മിറുൽ ബുസ്താനു, പൂന്തോട്ടം ഫലമുള്ളതാകുന്നു. ലൻ യുസ്മിറൽ ബുസ്താനു, പൂന്തോട്ടം ഫലമുള്ളതാകൂല, ഒരിക്കലും ആകൂല. അവിടെ ലൻ എന്നുള്ളൊരു ഹർഫ് വന്നുകൊണ്ട് ലൻ യുസ്മിറൽ ബുസ്താനു, ലൻ വന്നതുകൊണ്ട് ഇസ്മിറ എന്നാണ് പറഞ്ഞത്. 18ാമത്തെ ഉദാഹരണം അൽ ബുസ്താനു ലം യുസ്മിർ, പൂന്തോട്ടം ഇതുവരെ ഫലമുള്ളതായിട്ടില്ല. ഇതുവരെ എന്നുള്ള വാക്കില്ലെങ്കിലും ലം എന്നതിന്റെ അർത്ഥം അങ്ങനെ ഉണ്ട്. മുദിയ്യ്, ഭാവികാല അല്ല, മുദിയ്യ് ഭൂതകാലത്ത് ഒരു വസ്തു ഭൂതകാലത്ത് ഒരു പ്രവർത്തനം നിഷേധിക്കുന്നതിനാണ് ലം എന്ന് കൊണ്ടുവരാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലം യുസ്മിർ, ഫലമുള്ളതായിട്ടില്ല. ഇപ്പൊ യുസ്മിറ എന്നുള്ള വാക്ക് നമ്മൾ എടുത്തു നോക്കിയാല് യുസ്മിറു, യുസ്മിറ, യുസ്മിർ എന്ന് പറഞ്ഞു. യുസ്മിരി എന്ന് പറയൂല, കാരണം മുദാരിയ ഫീലില് ജെറ് ഉണ്ടാകൂല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫെയിലിൽ ഒരിക്കലും ജെറ് കസ്റത്ത് ഉണ്ടാകൂല. ഇസ്മിൽ ഏത് ഇല്ലാത്തതുപോലെ, ജസ്മ് ഇല്ലാത്തതുപോലെ. ഹർഫിൽ ജസ്മ് ഉണ്ടാവും, ജസ്മല്ല സുക്കൂൻ ഇല്ലാത്തതുപോലെ. ഏതായാലും ഈ 18 ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കായിദയിലൂടെ നോക്കാം. 27ാമത്തെ കായിദ, 25ഉം 26ഉം നമ്മൾ മുമ്പത്തെ ഇതേ ജിസ്ഇലെ തന്നെ ഇതേ ഭാഗത്തിലെ മുമ്പത്തെ ആദ്യത്തെ ലെസണിൽ പറഞ്ഞു. 27 അൽ കലിമാത്തു തൻഖസിമു ഖിസ്മൈനി, കലിമത്തുകൾ 2 വിധമായിട്ട് വേർതിരിക്കപ്പെടാം. കലിമത്തുകൾ 2 വിധമായിട്ട് തരംതിരിയും. 2 കിസ്മാണ്, 2 കാറ്റഗറിയാണ്. ഒന്ന് മാ യസ്ബുതു ആഖിറുഹു, അതിന്റെ അവസാനം സ്ഥിരമായി നിൽക്കും. അലാ ഹാലിൻ വാഹിദിൻ, ഒരേ അവസ്ഥയിൽ. ഫി ജമീഇ തറാക്കീബി, ഏത് ഘടനയിൽ വന്നാലും, ആദ്യം വന്നാലും ശേഷം വന്നാലും നടുവിൽ വന്നാലും മുബ്തദയായിട്ട് വന്നാലും ഖബറായിട്ട് വന്നാലും ഫായിലായിട്ട് വന്നാലും മഫൂലായിട്ട് വന്നാലും എങ്ങനെ വന്നാലും ഒരേപോലെയായിരിക്കും. വയുസമ്മ മബ്നിയൻ, അതിന് മബ്നിയ് എന്നാണ് പറയുക. വമാ യതഗയ്യറു ആഖിറുഹു, രണ്ടാമത്തെ കിസ്മാണ് പറയുന്നത്. അതിന്റെ അവസാനം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ അവസാനം ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. വയുസമ്മ മുഅറബൻ, അതിന് മുഅറബ് എന്നും പറയും. നമ്മളെ പാടാതെ ഉള്ളൂ. അവസാനം ഒരേ അവസ്ഥയിലാണെങ്കിൽ അതിന് മബ്നിയ് എന്ന് പറയും. അതിങ്ങനെ അവസാനം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുഅറബ് എന്നും പറയും. 28ാമത്തെ കായിദ അൽ ഹുറൂഫു കുല്ലുഹാ മബ്നിയത്തുൻ, എല്ലാ ഹർഫുകളും ഇപ്പൊ മിൻ, ഇല, അതൊക്കെ മബ്നിയാണ്. അത് അങ്ങനെ ഹർക്കത്ത് മാറൂല. ഇപ്പൊ മിൻ എന്നുള്ളത് ഹർഫിൽപ്പെട്ടതായതുകൊണ്ട് അത് മിൻ 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 എന്ന് തന്നെ പറയുള്ളൂ. ഹർഫുകൾ എല്ലാം എന്തായിരിക്കും? മബ്നിയായിരിക്കും. അത് ഹർക്കത്തുകൾ മാറൂല. വകദാലിക ജമീഉൽ അഫ്ആലിൽ മാദിയ, മാദിയായ ഫീൽ ഒക്കെ മബ്നിയായിരിക്കും. എത്ര മാദിയായ ഫീൽ ഉണ്ടെങ്കിലും. ദബഹ നമ്മൾ പറഞ്ഞതാണ്, ദബഹ, ദബുല, അതൊക്കെ എന്താണ്? മബ്നിയാണ്, ഒരിക്കലും മാറൂല. വജമീഉൽ അഫ്ആലിൽ അംരി, വജമീഉ അഫ്ആലിൽ അംരി, അംറു ഫീലുകളും ഖും, ഖുദ്, ഇദ്രിബ് ഒക്കെ അവസാനം ബ് 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 എന്ന്, അത് സുക്കൂൻ തന്നെ ആവണമെന്നില്ല. എന്തായാലും എങ്ങനെയാണോ അത് ഉള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഏത് അവസ്ഥയിൽ വന്നാലും. ഇതാണ് കായിദ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ രണ്ടാണ് പറഞ്ഞത്, അവസാനം മാറാത്തതിന് മബ്നി എന്ന് പറയും, അവസാനം മാറുന്നതിന് മുഅറബ് എന്ന് പറയും. ഹർഫുകളെല്ലാം മബ്നിയാണ്. അതുപോലെ തന്നെ മാദിയായ ഫീലും മബ്നിയാണ്, അംറു ഫീലും മബ്നിയാണ്. ബാക്കിയൊക്കെ മുഅറബാണ്. ആ മുഅറബിൽ ഇറാബ് എങ്ങനെയൊക്കെ കൊടുക്കാം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ തംരീനാത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
ലിമാദാ കാനത്ത് കലിമത്തു അദ്ദറാജ ഫിൽ ജുമലിൽ ആതിയ മുഅറബതൻ വ കലിമത്തു മൻ മബ്നിയതൻ. എന്തുകൊണ്ടാണ് ദറാജത്ത് എന്നുള്ളത് താഴെ വരുന്ന ജുംലയില് ദറാജത്ത് എന്നുള്ളത് മുഅറബായത്, വ കലിമത്തു മൻ മബ്നിയതൻ മൻ എന്നുള്ള കലിമത്ത് മബ്നിയുമായത്? ഉദാഹരണം പറയാം. അദ്ദറാജത്തു മുസ്രിഅത്തുൻ, സൈക്കിള് സ്പീഡിയാണ്, നല്ല സ്പീഡുണ്ട്. റകിബ അലിയുൻ അദ്ദറാജത, അലി യാത്ര ചെയ്തു, അദ്ദറാജത സൈക്കിളിൽ യാത്ര ചെയ്തു. ഫരിഹൽ വലതു, കുട്ടി സന്തോഷിച്ചു, ബിദ്ദറാജത്തി സൈക്കിൾ കൊണ്ട് സന്തോഷിച്ചു. ജാഅ മൻ നാദൈതഹു, ജാഅ മൻ, അവിടെ മൻ എന്നുള്ളത് മബ്നിയാണ് നമ്മൾ പറഞ്ഞത്. ജാഅ മൻ നാദൈതഹു, നീ വിളിച്ച ആള് വന്നു. ശരിക്കും ജാഅ എന്നുള്ള ഫെയിലിന്റെ ഫായിലാണ് മൻ, പക്ഷെ അതെന്താണ്, ശരിക്കും ഫായിലിന് റഫാണ് കൊടുക്കേണ്ടത്, മനു എന്ന് പറയേണ്ടതാണ്, അല്ലെങ്കിൽ മനുൻ എന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ മബ്നിയാണ്, അതുകൊണ്ട് മൻ എന്ന് തന്നെ പറയുള്ളൂ. ജാഅ മൻ നാദൈതഹു, നീ വിളിച്ച ആള് വന്നു. ഉഹിബ്ബു മൻ യുഅല്ലിമുനി, എന്നെ പഠിപ്പിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ ഉഹിബ്ബു മൻ എന്നുള്ളത് ശരിക്കും മഫഊൽ ബിഹിയാണ്, നസ്ബാണ് പറയേണ്ടത്, പക്ഷെ മൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അൽ ജാഹിസത്തു, സമ്മാനം, ലിമൻ യസ്ബികു, വിജയിക്കുന്നവനുള്ളതാണ്. അപ്പൊ ലി എന്നുള്ള ജെറിന്റെ അർഫ് വന്നുകൊണ്ട് ലിമനി എന്ന് ശരിക്കും പറയേണ്ടതാണ്, പക്ഷെ പറയുന്നില്ല. ലിമൻ യസ്ബികു, വിജയിച്ചതിനുള്ളതാണ്. അവിടെ ദറാജത്ത് എന്നുള്ളത് മാറി മാറി വന്നു. ദറാജത്തു, ദറാജത്ത, ബിദ്ദറാജത്തി എന്ന് വന്നു. മൻ എന്നുള്ളത് ഏതവസ്ഥയിൽ വന്നപ്പോഴും, ഫായിലായപ്പോഴും മഫൂലായപ്പോഴും ജെറിന്റെ ഹർഫ് വന്നപ്പോഴും മൻ മൻ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ആകാൻ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്ന് മുറബാണ്, രണ്ടാമത്തത് മബ്നിയാണ്. ഇനി രണ്ടാമത്തെ തംരീന് കൈഫ തസ്തദില്ലു ബി ത്വരീഖത്തിൻ അമലിയ്യത്തിൻ അലാ അന്നൽ കലിമാത്തിൽ ആതിയ മുറബത്തുൻ, എങ്ങനെയാണ് തെളിവുണ്ടാക്കാൻ കഴിയുക? അതായത് താഴെ വരുന്ന കലിമത്തുകളൊക്കെ മുറബാണ് എന്ന് നിനക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ബി ത്വരീഖത്തിൻ അമലിയ്യത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവർത്തികമായ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസിലൂടെ, ഒരു പ്രാക്ടിക്കൽ വേയിലൂടെ എങ്ങനെയാണ് നിനക്ക് തെളിയിക്കാൻ കഴിയുക താഴെ വരുന്ന വാക്കുകളൊക്കെ മുറബാണ് എന്ന്? ഒന്നുമില്ല, അതിന് കൂടെ ഒരു പിന്നെ ജുംലാക്കി കൊടുത്താൽ മതി. ഇപ്പോ അസ്സമാ എന്നുള്ളൊരു വാക്ക് അത് മുറബാണ് എന്ന് തെളിയിക്കാൻ പിന്നെന്താണ്? സഫസ്സമാഉ, ആകാശം തെളിഞ്ഞു. അവിടെ സഫ എന്നുള്ള ഫെയില് വന്നപ്പോൾ സമാഉ ഫായിലായി, അപ്പോൾ അതിന് സമാഉ എന്ന് പറഞ്ഞു, കാരണം ഫായിലാണ്. സഫസ്സമാഉ. നളർത്തു ഇലസ്സമാഇ, ഞാൻ ആകാശത്തേക്ക് നോക്കി. അവിടെ ഇലസ്സമായി, ഇല എന്ന ജെറിന്റെ ഹർഫ് വന്നപ്പോൾ അതിനുശേഷമുള്ള ഇസ്മിന് ജെറ് ചെയ്തു, കസ്റത്ത് ചെയ്തു, ഇലസ്സമായി. അങ്ങനെ ഓരോ വാക്കുകളും. മിസ്ബാഹ്, ഇത്തഖദൽ മിസ്ബാഹു, വിളക്ക് കത്തി. അത്ഫഅത്തുൽ മിസ്ബാഹ, ഞാൻ കെടുത്തി. അൽ മിസ്ബാഹ, വിളക്കിനെ കെടുത്തി. കതബ്തു ബിൽ കലമി, ഞാൻ പേന കൊണ്ട് എഴുതി. അവിടെ ബി എന്ന് വന്നുകൊണ്ട് കലമി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വാക്കുകളും അതിന്റെ കൂടെ അതൊരു ജുംലയാക്കി മാറ്റിയാൽ നമുക്ക് ഫെയില് കൊടുത്തിട്ട് ഫെയിലിയായ ജുംലയാക്കാം. അതിന്റെ കൂടെ വേറൊരു ഇസ്മ കൊടുത്തിട്ട് ഇസ്മിയായ ജുംലയാക്കാം. ഇവിടെ ഫെയിലാണുള്ളതെങ്കിൽ അതിന്റെ കൂടെ ഒരു ഫായിൽ കൊടുത്തിട്ട് ഫെയിലിയായ ജുംലയാക്കാം. ഫെയിലും ഫായിലും ആക്കാം, അല്ലെങ്കിൽ മുബ്തദയും ഖബറും ആക്കാം. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതുമാണ്, മുബ്തദയും ഖബറൊക്കെ എങ്ങനെ ആക്കല് എന്ന്. ഏതായാലും ഈ 6 കലിമത്തുകളില് അത് മുഅറബാണ് എന്ന് തെളിയിക്കാൻ അത് ജുംലയിൽ ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി, കഴിയും. അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ തംരീന് കൈഫ തസ്തദില്ലു ബി ത്വരീഖത്തിൻ അമലിയ്യത്തിൻ അലാ അന്നൽ കലിമാത്തിൽ ആതിയ മബ്നിയത്തുൻ. തിരിച്ച് താഴെ വരുന്ന വാക്കുകളൊക്കെ മബ്നിയാണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഒരു പ്രാക്ടിക്കൽ വേയിലൂടെ. കൈഫ, ലഅല്ല, കതബ, ഇൻതസറ, ഇഫ്തഹ്, അത് ജുംലയിൽ പ്രയോഗിച്ച് നോക്കിയാൽ മതി. കൈഫ എന്നുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞതാണ്, മബ്നിയാണ്. എപ്പോഴും കൈഫ എന്നേ ഉണ്ടാവുള്ളൂ ജുംലയിൽ പ്രവേശിച്ച് നോക്കിയാല്. അൻ, അതുപോലെ തന്നെ ലഅല്ല, കതബ, ഇൻതസറ, വിജയിച്ചു. ഇഫ്തഹ് അംറുഫീലാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മബ്നിയാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന പറഞ്ഞാൽ ഒരു ജുംലയിൽ പ്രവേശിപ്പിച്ച് നോക്കുക. ജുംലയിൽ എങ്ങനെ പ്രവേശിപ്പിക്കണം എന്ന് നമുക്ക് സാധാരണ അറിയുന്നതാണ്. അറിയാത്തവരൊന്ന് റെഫർ ചെയ്ത് നോക്കുക, കാരണം മുമ്പ് കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അത് പഠിച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.